നമസ്കാരം. ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ്. രാജ്യത്തെ നയരൂപീകരണ സംഘടനയായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അഥവാ നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യമാണ് രാജ്യത്തെ സംബന്ധിച്ച് ഈ അഭിമാനകരമായ വിവരം പങ്കുവച്ചത്. 2024 വരെ ഇന്ത്യ ലോകത്തിലെ വലിയ സമ്പദ് വ്യവസ്ഥകളിൽ 5ാം സ്ഥാനത്തായിരുന്നു. നിലവിൽ ഇന്ത്യ $4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണ്. US, ചൈന, ജർമ്മനി എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുന്ന വലിയ സമ്പദ് വ്യവസ്ഥകൾ. നിലവിലെ സാഹചര്യത്തിൽ രാജ്യം ആസൂത്രണം ചെയ്ത കാര്യങ്ങളിലും വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതികളിലും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വരുന്ന 2.5-3 വർഷത്തിനുള്ളിൽ നമ്മൾ ആഗോളതലത്തിൽ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകും, അദ്ദേഹം പറഞ്ഞു. നീതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ലോകത്തെ മൊത്തത്തിലുള്ള ഭൗമരാഷ്ട്രീയ സാമ്പത്തിക അന്തരീക്ഷം ഇന്ത്യക്ക് അനുകൂലമാണെന്നും BVR സുബ്രഹ്മണ്യം ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര നാണയനിധിയുടെ ഡാറ്റകൾ ഉദ്ധരിച്ചാണ് ഇന്ത്യ ജപ്പാനെ പിന്തള്ളി നടത്തിയ സാമ്പത്തിക മുന്നേറ്റത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ പുറത്തിറക്കിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിൽ 2025-ൽ $4.19 ട്രില്യൺ GDP-യോടെ ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്ന പ്രവചനമുണ്ടായിരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇനിയും വ്യക്തമായ മുന്നേറ്റം നടത്തുമെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും പ്രവചിച്ചിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് 6.2% വർധന രേഖപ്പെടുത്തുമെന്നും 4ാം പാദത്തിൽ അത് 7.0% ഉയരുമെന്നും UBI റിപ്പോർട്ടിൽ പറയുന്നു. RBI ബുള്ളറ്റിൻ ഉദ്ധരിച്ച് പുറപ്പെടുവിച്ച ഈ റിപ്പോർട്ട് പ്രകാരം 2025 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആക്കം തുടർച്ചയായി മെച്ചപ്പെടുമെന്ന് സൂചകങ്ങൾ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നും ഈ പ്രവണത തുടരുമെന്നുമാണ്. അതേസമയം RBIയുടെ നിലവിലെ പ്രവചനമനുസരിച്ച് 2025 സാമ്പത്തിക വർഷത്തെ 4ാം പാദത്തിലെ വളർച്ച 6.6%. ഗ്രാമീണ മേഖലയിലെ ആവശ്യകതയിലെ ഉണർവ്, തുടർച്ചയായി സർക്കാർ ചിലവുകളിൽ വരുന്ന വർധനവ്, മഹാകുംഭമേള പോലൊരു ബൃഹത് പരിപാടിക്ക് രാജ്യം വേദിയായത് തുടങ്ങിയ വിവിധ ഘടകങ്ങൾ സാമ്പത്തിക തലത്തിൽ രാജ്യത്തിന്റെ തിരിച്ചുവരവിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് RBI റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMFന്റെ പ്രവചന പ്രകാരം 2025-ൽ ആഗോള സാമ്പത്തിക വളർച്ച 2.8% കുറയുമ്പോഴും ശക്തമായ സ്വകാര്യ ഉപഭോഗം കാരണം ഇന്ത്യയുടെ GDP 2025 സാമ്പത്തിക വർഷത്തിൽ 6.2%-വും 2026 സാമ്പത്തിക വർഷത്തിൽ 6.3%-വുമായിരിക്കുമെന്നാണ്. 2025-ലെ ഇന്ത്യയുടെ നാമമാത്ര GDP $4.187 ബില്യൺ ആയിരിക്കുമെന്നാണ് IMF ഡാറ്റ വിലയിരുത്തുന്നത്. ഇത് ജപ്പാന്റെ GDP-യേക്കാൾ കൂടുതലാണ്. IMF ഡാറ്റ പ്രകാരം ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം 2013-2014 സാമ്പത്തിക വർഷത്തിൽ $1438 ആയിരുന്നുവെങ്കിൽ 2025 ആയപ്പോഴേക്കും അത് $2880 ഇരട്ടിയിലധികം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.